അടിസ്ഥാനത്തിലാണ് ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നമുക്ക് 1 മണിക്കൂറോളം നിർബന്ധിതമായിട്ട് ക്ലാസ് സംബന്ധിച്ച് അതിൻ്റെ ഒരു ഇനാഗ്രേഷനിലേക്ക് തുടക്കം എന്ന രീതിയിൽ നമുക്കറിയാം വളരെ അപകടകരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ വളരെയധികം ഭീഷണിയെ ഉയർത്തുന്ന തരത്തിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകരെ മുതൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുടെ അവരുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനമല്ല ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മളോടുണ്ടാകുന്നത് അല്ലെങ്കിൽ അധ്യാപകരായിട്ട് നിങ്ങളോട് മാതാപിതാക്കളോട് സമൂഹത്തിനോട് ഉണ്ടാകുന്നത് വളരെ നിങ്ങളോട് ഞാൻ തന്നെ പറയാതെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം, യുവതാർത്ഥങ്ങളുടെ ഉപയോഗം, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം തലമുറ തന്നെ മാറിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല രീതിയിലുള്ള ഒഫൻസസ് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഈ സമൂഹത്തിൽ വ്യാപിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അവരുടെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ അവരുടെ ചൈൽഡ് ഏജിലായാലും അഡോളസന്റ് പീരീഡിലായാലും കാണുന്നത് നിങ്ങളാണ്. അതിൽ നിന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ പോലീസിന് അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥ സമൂഹത്തിന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ അവരുടെ ഓരോ ദൈനംദിന കാര്യങ്ങളും ഇടപെട്ട് സംസാരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി സ്കൂൾ വിദ്യാർത്ഥികൾ അവർ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വിദ്യകളും അവർ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചതോടുകൂടി യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പലതരത്തിലുള്ള ഉപയോഗങ്ങൾ വിദ്യാർത്ഥികളുടെ വീഡിയോകൾ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അറിയാം മട്ടാഞ്ചേരി മാർക്കിന്റെ കയ്യിൽ നിന്ന് ലഹരി വാങ്ങി ഉപയോഗിച്ചുള്ള ഒരു പെൺകുട്ടി ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിലൊക്കെ വളരെയധികം വ്യാപകമായിട്ടുണ്ടായിരുന്നതാണ്. കണ്ണൂർ പ്രദേശനായിട്ടൊരു പെൺകുട്ടി, അതായത് പെൺകുട്ടികൾ പോലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെന്ന് നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള